നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള നിരവധി ഭീകരർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന സംശയം ശക്തമാകുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത പുലർത്താൻ കേരളത്തോട് കേന്ദ്രം നിർദ്ദേശിച്ചു. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് ഷാബ് ഷെയ്ഖി എന്ന 32-കാരനെ ഇക്കഴിഞ്ഞ ഡിസംബർ 18-ന് അസം പോലീസും ഹോസ്ദുർഗ് പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. അസം പോലീസ് UAPA ചുമത്തിയ കൊടുംക്രിമിനലാണ് പടന്നക്കാട്ടെ വാടക ക്വാർട്ടേഴ്സിൽ ഒളിച്ചു കഴിഞ്ഞത്. അസം പോലീസിന്റെ പ്രത്യേക ദൗത്യ സംഘം കാസർഗോഡ് എത്തി ഇത്തരമൊരു കാര്യം കേരള പോലീസിനോട് പറഞ്ഞപ്പോൾ കേരള പോലീസ് അന്തം വിട്ടു. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഇയാൾ. മുൻപ് അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ധരംപൂർ രാജ്ഷാഹി സിറ്റി സ്വദേശിയായ മുഹമ്മദ് ഷാബ് ഷെയ്ഖ് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് വ്യാജവിലാസത്തിൽ ഒരു തിരിച്ചറിയൽ കാർഡ് സംഘടിപ്പിച്ച് പിന്നീട് കേരളത്തിലേക്ക് കടന്നു. അസം പോലീസ് തിരയുന്ന ഈ കൊടുംക്രിമിനലും ഭീകരനും കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ സ്വൈര്യമായി ജീവിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി എന്ന വ്യാജേനയാണ് ഇയാൾ ഇവിടെ ജീവിച്ചത്. കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരള പോലീസ് തിരിച്ചറിഞ്ഞില്ല? കാസർഗോഡ് ചെർക്കള, ചട്ടഞ്ചാൽ, ഉദുമ എന്നീ പ്രദേശങ്ങളിലായിരുന്നു മുൻപ് മുഹമ്മദ് ഷാബ് ഷെയ്ഖ് താമസിച്ചത്. 4 മാസം മുൻപ് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിലെത്തി. ഇവിടെ 4 താമസക്കാർ. എന്നാൽ ക്വാർട്ടേഴ്സ് ഉടമ നൽകിയ പട്ടികയിൽ ഇയാളുടെ പേർ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതും പ്രതിയുടെ ഒളിവ് ജീവിതത്തിന് എളുപ്പമായി. ഒപ്പമുണ്ടായിരുന്നവർക്ക് പോലും മുഹമ്മദ് ഷാബ് ഷെയ്ഖിന്റെ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ സംശയവും തോന്നിയില്ല. ബംഗാൾ സ്വദേശിയാണ് എന്നെല്ലാവരോടും ഇയാൾ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ഇയാൾ ഇവിടെ ജീവിച്ചു. വ്യാജവിലാസത്തിൽ സംഘടിപ്പിച്ച ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID തുടങ്ങിയ ID കാർഡുകൾ ഇയാളുടെ പക്കൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. എല്ലാം അടിമുടി വ്യാജം എന്ന് മാത്രമല്ല, 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാൾ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ അഗ്രഗണ്യൻ. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കേരള പോലീസും ഭയപ്പെട്ടു. നിരവധി തീവ്രവാദ സംഘടനകളുമായി ഇയാൾ ബന്ധപ്പെടുന്നു. രാത്രി ഏറെ വൈകിയും മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഷാബ് ഷെയ്ഖിനെ കാണാമെന്ന് കൂടെ താമസിക്കുന്നവർ പറഞ്ഞു. നിരവധി തവണ ഇപ്പോൾ കേരളത്തിൽ ഒളിവിൽ പാർക്കുന്ന ബംഗ്ലാദേശി ഭീകരരെ പിടികൂടുന്നു. എന്നിട്ടും വേണ്ടത്ര ജാഗ്രത ഇക്കാര്യത്തിൽ കേരള സർക്കാരോ പോലീസോ പുലർത്തുന്നില്ല. പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി തൊഴിൽ തേടി ജീവിക്കുന്നവർ ഏറെയാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ നിന്നെത്തുന്നവരുടെ വ്യാജേന ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് വ്യാപകമായി കുടിയേറുന്നു. ഇവരിൽ പലരും ഉഗ്ര ഭീകരരാണ് എന്ന് തിരിച്ചറിയുക. എന്നെങ്കിലും ഒരിക്കൽ കേരളം ഭയാനകമായ അപകടത്തിന്റെ വക്കിലെത്തും. എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും പേരുവിവരങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നു. രജിസ്ട്രേഷന്റെ ഉത്തരവാദിത്വം തൊഴിൽ ദാതാവിൽ നിക്ഷിപ്തമാണ്. സ്ഥിരമായ തൊഴിൽ ദാതാവില്ലാത്ത വഴിയോരങ്ങളിലും മറ്റും തൊഴിൽ തേടുന്നവരുടെ രജിസ്ട്രേഷൻ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമയുടെ ഉത്തരവാദിത്തമാണ്. ജോലിയിൽ നിന്നോ താമസ സ്ഥലത്ത് നിന്നോ ഇവർ വിട്ടുപോകുന്നുവെങ്കിൽ തൊഴിൽ ദാതാവോ കെട്ടിട ഉടമയോ ഇവരുടെ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുക മാത്രമല്ല, തങ്ങളുടെ രജിസ്ട്രേഷനിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. പുതിയ സ്ഥലത്ത് ജോലിക്കോ താമസത്തിനോ ചെല്ലുമ്പോൾ തൊഴിലാളിയുടെ യുണീക്ക് നമ്പർ ഉപയോഗിച്ച് പുതിയ ഉടമയുടെ കീഴിൽ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തണം. മറ്റു സംസ്ഥാന തൊഴിലാളികളുടെയൊക്കെ പേരുവിവരങ്ങൾ അതത് പോലീസ് സ്റ്റേഷനുകളിൽ ശേഖരിക്കണമെന്നതാണ് നിയമം. എന്നാൽ ഈ വിവരശേഖരണമൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. തൊഴിലാളികളെ ജോലിക്കെത്തിക്കുന്ന ലേബർ കോൺട്രാക്ടർമാരും ഇതൊന്നും മിക്കപ്പോഴും പാലിക്കുന്നുമില്ല. ഈ പഴുതുകൾ ഉപയോഗിച്ച് ക്രിമിനലുകളും തീവ്രവാദികളും കേരളത്തിലേക്ക് വ്യാപകമായി ഇപ്പോൾ കുടിയേറിയിട്ടുണ്ട്. 2021 മുൻപ് 5 വർഷത്തിനിടെ കേരളത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന 70 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തതായി കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അവരിൽ 57 പേരെ ബംഗ്ലാദേശിലേക്ക് തന്നെ നാടുകടത്തിയെന്നും അന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ കേരളം പറഞ്ഞു. ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി നിരവധി പേർ പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് എന്ന വ്യാജേന കേരളത്തിലെത്തുന്നു. 2019 ആലപ്പുഴ വെൺമണിയിൽ വയോധിക ദമ്പതിമാരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. വീട്ടിൽ പുറംപടിക്കെത്തിയ 2 ബംഗ്ലാദേശികളാണ് വെൺമണി സ്വദേശികളായ KP ചെറിയാനെയും ഭാര്യ ലില്ലിയെയും കൊലപ്പെടുത്തിയത്. KP ചെറിയാന് 75 വയസ്സും ലില്ലിക്ക് 68 വയസ്സും. ഇരുവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് സ്വർണവും പണവുമൊക്കെ കവർന്ന് അവർ രക്ഷപ്പെട്ടു.
എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് വിശാഖപട്ടണത്ത് നിന്ന് പ്രതികളെ പിടിച്ചു. മോഷണ മുതലുമായി രക്ഷപ്പെടുമ്പോൾ തീവണ്ടിയിൽ നിന്നായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തത്. സംഭവ ദിവസം ചെറിയാന്റെ വീട്ടിൽ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പണിക്ക് വന്നിരുന്നതായി സ്ഥിരീകരിച്ചതോടെ അവരെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണം. പ്രതികൾക്കൊപ്പം താമസിച്ചിരുന്ന മറ്റ് തൊഴിലാളികളെ ചോദ്യം ചെയ്തു. അന്വേഷണത്തിൽ ചെറിയാന്റെ വീട്ടിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പാഞ്ഞു വന്ന 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതായി പോലീസ് മനസ്സിലാക്കുന്നു. തുടർന്ന് റെയിൽവേ പോലീസും ഇതര സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ട് പ്രതികളെ തൂക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അവരെ പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അന്ന് പ്രതികൾ കുടുങ്ങി. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ നിന്ന് കൊറമാൻഡൽ എക്സ്പ്രസിൽ ഇരുവരും യാത്ര തിരിച്ചതായി വ്യക്തമാക്കിയ പോലീസ് തുടർന്ന് പ്രതികൾ കൊൽക്കത്തയിൽ എത്തുന്നതിന് മുൻപ് അന്വേഷണ സംഘം കൊൽക്കത്തയിലെത്തണമെന്ന് തീരുമാനിച്ചു. പ്രതികളെക്കുറിച്ചുള്ള വിവരം RPFന് കൈമാറി. തുടർന്ന് RPF സംഘം മപ്തിയിൽ കൊറമാൻഡൽ എക്സ്പ്രസിൽ തിരച്ചിൽ ആരംഭിച്ചു. ജനറൽ കമ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കണ്ടില്ല. പക്ഷേ സ്ലീപ്പർ കോച്ചുകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചപ്പോൾ ഈ പരിശോധനയിൽ പ്രതികൾ പിടിയിലായി. ബംഗാൾ സ്വദേശികളെന്ന വ്യാജേനയാണ് അവർ കേരളത്തിൽ നിന്ന് ജോലി ചെയ്തത്. തക്കം കിട്ടിയപ്പോൾ 2 കൊലപാതകങ്ങൾ നടത്തി മോഷണ മുതലുമായി അവർ കടന്നു. 2018 സെപ്റ്റംബറിൽ കണ്ണൂർ സിറ്റി ഉരുവച്ചാലിലെ വിനോദ് ചന്ദ്രന്റെ വീട്ടിൽ കയറി ബംഗ്ലാദേശ് സംഘം ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. വിനോദ് ചന്ദ്രനെയും ഭാര്യയും ക്രൂരമായി മർദ്ദിച്ച് കെട്ടിയിട്ട് വീട്ടിലെ സ്വർണവും പണവുമൊക്കെ അവർ അപഹരിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അന്ന് എതിർനിന്ന കേരള സർക്കാർ എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ കാര്യമായി ജാഗ്രത പുലർത്തുന്നില്ല. കേരളത്തിൽ കൊച്ചിയിലും ആലുവയിലുമൊക്കെ വ്യാപകമായ തോതിൽ ഇപ്പോൾ ഭീകരന്മാർ അന്യസംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന പാർക്കുന്നുവെന്ന മുന്നറിയിപ്പുകൾ നിരവധി തവണയായി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നു. അത്യന്തം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്ന് വ്യക്തം. ബംഗ്ലാദേശുമായുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒന്നിനൊന്നിന് വളരുമ്പോൾ മറുവശത്ത് ബംഗ്ലാദേശിൽ നിന്ന് കേരളത്തിലെത്തിയ ഭീകരർ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.